അസമിൽ വ്യോമസേനാ വിമാനം തകർന്ന് 5 സൈനികർ മരിച്ചു. ജോർഹട്ട് വ്യോമതാവളത്തിലാണ് അപകടം. വിമാനത്തിന്റെ സഹ പൈലറ്റ് മാത്രമാണ് മരിച്ചത്. ലാൻഡിംഗിന് പിന്നാലെ വിമാനത്തിന് തീപിടിച്ചെന്നാണ് റിപ്പോർട്ട്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത്ലാലുണ്ട്. ശരത്ത്, എവിടെ വെച്ചായിരുന്നു അപകടമുണ്ടായത്? എന്താണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരങ്ങൾ? അരുണ്യ, ആസാമിലെ ജോർഹട്ട് വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോഴാണ് വ്യോമസേനയുടെ ചരക്കു വിമാനമായ AN-32 തീപിടിക്കുന്നത് അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുന്നത്. സാധാരണ ഈ വിമാനത്തിൽ 6 പേരാണ്, 5 മുതൽ 6 പേര് മാത്രമാണ് സഞ്ചരിക്കുന്നത്. വളരെ പഴക്കമുള്ള സോവിയറ്റ് നിർമ്മിതമുള്ള AN-32 വിമാനത്തിൽ കൂടുതൽ ആൾക്കാരെ ഈ അടുത്ത കാലത്തൊന്നും അല്ലെങ്കിൽ കൂടുതൽ ക്രൂ മെമ്പേഴ്സിനെയോ അല്ലെങ്കിൽ മറ്റു സൈനികരെ ഒന്നും തന്നെ ഇപ്പോൾ അയക്കാറില്ല. വളരെ പഴക്കം തന്നെയാണ് ഈ വിമാനത്തിലുള്ളത്. ഈ വിമാനമാണ് അരുണാചൽ പ്രദേശിൽ നിന്ന് ക്രൂവുമായി പുറപ്പെട്ട് അരുണാചൽ പ്രദേശിൽ നിന്ന് ആസാമിലെ ഉത്തര ആസാമിലെ പ്രധാനപ്പെട്ട വ്യോമ കേന്ദ്രമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ. ആ വ്യോമസേനയുടെ ജോർഹട്ട് ഈ വിമാനത്താവളത്തിൽ തന്നെയാണ് വിമാനം ഇറങ്ങുന്നതിനിടെ തകർന്നു വീണത്. സഹ പൈലറ്റ് മാത്രമാണ് രക്ഷപ്പെട്ടത്. അദ്ദേഹത്തെ ഗുരുതരമായ പരിക്കുകളോടെ അദ്ദേഹം ചികിത്സയിലാണ്. വ്യോമസേന ഇതിൽ കോർട്ട് ഓഫ് എൻക്വയറി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത്തരമൊരു വിമാന അപകടം, അത് ആസാമിലെ വിമാന അപകടം രാജ്യത്തെ തന്നെ നടുക്കിയിരിക്കുകയാണ്. പഴയ സോവിയറ്റ് നിർമ്മിത പഴയ AN-32 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് എന്നത് നമുക്ക് ഇതിന്റെ ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ കൂടുതലാക്കുന്നുണ്ട്. കാരണം പഴയ വിമാനങ്ങൾ വ്യോമസേന ഇപ്പോഴും സർവീസിനായി ഉപയോഗിക്കുന്നു എന്നൊരു ആരോപണം ഇതിനോടൊപ്പം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അരുണ്യ.